നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പറയടാ, നീ ഒന്നും മിണ്ടായിരുന്നതിന്റെ കാരണം എന്താ? ഇപ്പോഴും നീ മിണ്ടായിരിക്കുന്നെന്താ? ഉള്ളു തുറന്ന് പറ. നിന്റെ മനസ്സിൽ ഇനി എന്തൊക്കെ മാലിന്യങ്ങളാ ഉള്ളതെന്ന്. പറയടാ. നിനക്ക് ഇവനെ അറിയില്ല. ഒളിച്ചു വച്ചിരിക്കുന്ന കള്ളത്തരങ്ങളല്ല. പറയടാ. കണ്ട, വാ തുറക്കില്ലേ അവൻ? വേണ്ട ബാല, എന്നെ എന്തിനാ തടഞ്ഞ ഗോവിന്ദൻ? ഇവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതുവരെ ഞാൻ ഇവനെ വിടില്ല. പറയടാ, പറയാ. ബാല, ഞാൻ പറയാം. ബാലിന് സത്യമല്ലേ അറിയേണ്ടത്? ഞാൻ പറയാം. നീയോ? നീ എന്ത് സത്യം പറയാനാ? ആകാശമൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങളെല്ലാം ഞാൻ പറയാം. എന്ന് വെച്ചാ അപ്പൊ നിനക്കെല്ലാം അറിയായിരുന്നാണോ? ഞാനെല്ലാം ബാലനോട് പറയാറുന്നത് തെറ്റാണ്. ഇനിയെല്ലാം ബാലൻ അറിയണം. മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഗോവിന്ദമാമ, എന്താ പറയാൻ പോകുന്നേ? പറയാനായിട്ടൊന്നുമില്ല. അച്ഛന് ദേഷ്യം വന്ന എന്നെ ചീത്ത പറയും, തല്ലും. അച്ഛൻ എനിക്ക് നല്ലതേ പറഞ്ഞു തരൂ, നല്ലതേ ചെയ്യൂ. ഗോവിന്ദമാമ ഒന്നും പറയണ്ട. അച്ഛൻ തല്ലിക്കോ, തല്ല്, തല്ലച്ചാ. എടാ ആകാശേ, മതി. മതി, മനസ്സിൽ ഭാരം ചൂന്നിടണം. മതി, അതിനെ ഇറക്കി വെക്കേ. ഒളിച്ചു കളി ഇനി വേണ്ട പോലെ. ബാല, സത്യങ്ങളെല്ലാം നീ അറിഞ്ഞു കഴിയുമ്പോ ആകാശത്തെ തല്ലിയതിന് ബാല പശ്ചാത്തപിക്കേണ്ടി വരും. ആകാശിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ബാല. കാലവും ദൈവവും ആകാശിനെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ബാല, ശ്രേയയും ആകാശം ഒരുമിച്ച് പഠിച്ചാണെന്ന് മാത്രമേ ബാലനറിയൂ. ഗോവിന്ദമാമ, അതിനപ്പുറം ആകാശം ശ്രേയും പരസ്പരം സ്നേഹിച്ചിരുന്നു. പഠനം കഴിഞ്ഞ് ആകാശിന്റെ ഇഷ്ടം ബാലനോട് പറഞ്ഞ് ബാലന്റെ സമ്മതത്തോടെ ശ്രേയെ കല്യാണം കഴിക്കാനായിരുന്നു ആകാശിന്റെ തീരുമാനം. ആ സമയത്താണ് അരവിന്ദന്റെയും ചാരുവിന്റെയും കല്യാണം ബാലൻ ഉറപ്പിച്ചത്. അവരുടെ കല്യാണം കഴിഞ്ഞ് ആകാശ് ബാലനോട് പറയാനിരിക്കുകയായിരുന്നു. പക്ഷെ വിധി ആ കല്യാണം നടക്കാൻ അനുവദിച്ചില്ലല്ലോ. ബാലൻ ആകാശിന്റെ കയ്യിൽ താലി എടുത്തു കൊടുത്ത് ചാരുവിന്റെ കരുത്ത് കെട്ടാൻ പറഞ്ഞു. അച്ഛന്റെ വാക്ക് ധിക്കരിക്കാൻ കഴിയാതെ ആകാശിന്റെ ഇഷ്ടം വേണ്ടാന്ന് വെച്ചപ്പോ ഇവന്റെ മനസ്സ് എത്രയും വേദനിച്ചിട്ടുണ്ടാവും.
ചാരുമോൾ ആകാശിനെ കല്യാണം കഴിച്ചപ്പോ ശ്രേയെ ചതിച്ചതാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചു. ശ്രേയെ നടന്നെല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ ആകാശ് ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ശ്രേയ ആകാശിനെ വിശ്വസിച്ചില്ല. പിന്നീട് ശ്രേയെ കാണാതായി. ഇനിയൊരു തിരിച്ചുവരവുണ്ടാവില്ലെന്നാ വിചാരിച്ചത്. പക്ഷേ അവൾ തിരിച്ചു വന്നു. ആകാശിന്റെ തലയ്ക്കും മേളെ ചീഫ് എഞ്ചിനീയറായിട്ട്. ആ വരവിൽ അവളുടെ മനസ്സിൽ ആകാശിനോടുള്ള പകയും വൈരാഗ്യവും മാത്രമായിരുന്നു. ആകാശിന്റെ ശ്രേയനെ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇവരിപ്പോഴുണ്ടായ ഒരു കഷ്ടത അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ബാലന്റെ വാക്കനുസരിക്കാൻ, ബാലന്റെ അഭിമാനം കാക്കാൻ സ്വന്തം ജീവൻ തന്നെ തന്നവൻ ആകാശമോൻ.